الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم يا بني آدم قد أنزلنا عليكم لباسا يواري سوآتكم وريشا ولباس التقوى ذلك خير ذلك من آيات الله لعلهم يذكرون ആദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ ശരിയായ രൂപത്തിൽ പഠിച്ചു മനസ്സിലാക്കുവാനും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് പടച്ചറബിനോട് നന്ദിയുള്ളവരായി ജീവിതം ക്രമപ്പെടുത്തുവാൻ പരിശ്രമിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് അതിനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ നാമങ്ങളും വിശേഷണങ്ങളും പടച്ചറബിനെ അടുത്തറിയാനുള്ള മാർഗങ്ങളാണ്. പരിശുദ്ധ ഖുർആനിലൂടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലൂടെയും അള്ളാഹുവിനെ നമുക്ക് പരിചയപ്പെടുത്തി തന്ന വഴികളാണതൊക്കെ. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ഓരോ നാമങ്ങളും മനസ്സിലാക്കുകയും അത് ഉൾക്കൊള്ളുന്ന വിശേഷണങ്ങൾ തിരിച്ചറിഞ്ഞ് അവ നമ്മളോട് താല്പര്യപ്പെടുന്ന കാര്യങ്ങളും ജീവിതത്തിൽ പുലർത്തി മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിച്ചാൽ ധാരാളം നേട്ടങ്ങളും നന്മകളും അതിലൂടെ നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. അതിനാണ് ഹദീസിലൂടെ പറഞ്ഞ ഇഹ്സാ എന്നതിൻ്റെ താല്പര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ലില്ലാഹി തിസ്അതൻ വതിസ്ഈന ഇസ്മാ, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്. മൻ അഹ്സാഹ ദഖലൽ ജന്ന, ആരെങ്കിലും അവയെ ഇഹ്സാ ചെയ്താൽ, അതായത് ആ നാമങ്ങളെയും നാമങ്ങൾ ഉൾക്കൊള്ളുന്ന വിശേഷണങ്ങളെയും ഒക്കെ മനസ്സിലാക്കി അത് നമ്മളോട് താല്പര്യപ്പെടുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുവർത്തിച്ച് മുന്നോട്ട് പോയാൽ ദഖലൽ ജന്ന, ഉറപ്പായും അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്നാണ്. അപ്പോ പരിശുദ്ധ ഖുർആനും
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹീഹായ ഹദീസുകളുമാണ് അള്ളാഹുവിന്റെ ഇത്തരത്തിലുള്ള നാമങ്ങളും വിശേഷണങ്ങളും ഒക്കെ അറിയുവാനുള്ള മാർഗം എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സ്വഹീഹായ ഹദീസുകളിലൂടെ വന്ന ഒരു നാമമാണ് സിത്തീർ എന്നത്. സത്തീർ എന്നും വേറൊരു റിവായത്തുണ്ട്. ഹദീസുകളിലൂടെ വന്നതാണ്. ഖുർആനിൽ അങ്ങനെ ഒരു നാമം അള്ളാഹുവിനുള്ളതായി വിശദീകരിക്കപ്പെട്ടിട്ടില്ല. എന്താണ് സിത്തീർ എന്ന് പറയുമ്പോൾ അതിന്റെ താല്പര്യം ഇമാം ബൈഹഖി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചു. അസ്സിത്തീറു യഅനി അന്നഹു സാത്തിറുൻ അലാ ഇബാദിഹി കസീറ വലാ യുഫ്ലിഹുഹും ഫിൽ മശാഹിദ്. സിത്തീർ എന്നാൽ ആ വാക്കിന്റെ അർത്ഥം മറച്ചു വെക്കുന്നവൻ എന്നാണ്. അതായത് അന്നഹു സാത്തിറുൻ അലാ ഇബാദിഹി കസീറ, അള്ളാഹു അവന്റെ അടിയാറുകളുടെ കുറെ കാര്യങ്ങൾ, കുറെ ന്യൂനതകൾ, അവർ ചെയ്തു കൂട്ടിയ അധാർമികതകൾ, തെറ്റുകുറ്റങ്ങൾ അള്ളാഹു ധാരാളമായി മറച്ചു വെക്കുന്നുണ്ട്. വലാ യുഫ്ലിഹുഹും ഫിൽ മശാഹിദ്, ആളുകൾ കാണുന്ന നിലയിൽ അത് മുഖേന അള്ളാഹു അവരെ വശലാക്കാറില്ല. വകദാലിക് യുഹിബ്ബു മിൻ ഇബാദിഹി സത്ര അലാ അൻഫുസിഹിം, അതേപോലെ തന്നെ പടച്ച റബ്ബ് അവന്റെ അടിയാറുകളിൽ നിന്ന് ചിലത് ഇഷ്ടപ്പെടുന്നുണ്ട്. അവർ സ്വയം തന്നെ ചിലത് മറച്ചു വെക്കുവാനും വജ്തിനാബ മാ യശീനുഹും, അവർക്ക് മോശമായി ഭവിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം വിട്ടകന്ന് നിൽക്കുവാനും അള്ളാഹു താല്പര്യപ്പെടുന്നുണ്ട് എന്ന്. അതുകൊണ്ട് തന്നെ 2-3 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്ന്, സമൂഹത്തിൽ വ്യാപകമായി പ്രചരിച്ചിരിക്കുന്ന ഒരു തെറ്റായ ധാരണയാണ് അള്ളാഹുവിന് സത്താർ എന്ന പേരുണ്ട് എന്നത്. വാസ്തവത്തിൽ അങ്ങനെ സ്വഹീഹായ ഹദീസുകളുടെ ഒന്നും സത്താർ എന്നുള്ളൊരു നാമം അള്ളാഹുവിന്റെ നാമമായി വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അബ്ദുസ് സത്താർ എന്ന് പേരിടൽ ഇസ്ലാമികമായി ശരിയായ രീതിയല്ല. അള്ളാഹുവിന്റെ ഇസ്മകളിലേക്ക് മാത്രമായിട്ടാണ് നമ്മൾ അബ്ദ് എന്ന് ചേർത്ത് പറയേണ്ടത്. അപ്പോഴാണ് നമ്മൾ അള്ളാഹുവിന്റെ അടിമ എന്ന അർത്ഥത്തിലേക്ക് ആ പേരിനെ മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. ഏതുപോലെ അബ്ദുല്ലാ, അബ്ദുർ റഹ്മാൻ, അത് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പേരുകളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതേപോലെ അള്ളാഹുവിന്റെ നാമങ്ങളായ റസാഖ്, ലത്തീഫ്, അതേപോലെ തന്നെ സമീഅ്, ബസീർ, ഇതിലേക്കൊക്കെ ചേർത്ത് നമുക്ക് അബ്ദുർ റസാഖ്, അബ്ദുൽ ലത്തീഫ് എന്നൊക്കെ പറയാവുന്നതാണ്. എന്നാൽ അള്ളാഹുവിന്റെ നാമങ്ങളായി സ്ഥിരപ്പെടാത്ത പേരുകളിലേക്ക് അബ്ദ് ചേർത്ത് പറയുക എന്നത് ശരിയായ രീതിയല്ല. അപ്പോൾ അബ്ദുൽ സത്താർ എന്ന് വിളിക്കുന്നത് ശരിയല്ല. അങ്ങനെ ആരെങ്കിലും പേരിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? അബ്ദ് അങ്ങ് ഒഴിവാക്കിയിട്ട് സത്താർ എന്ന് മാത്രം വിളിച്ചാൽ മതി. അതേപോലെ തന്നെ അബ്ദു മനാഫ്, അബ്ദുർ റഷീദ് എന്നൊക്കെ പേര് വിളിക്കാറുണ്ട്. അതൊന്നും ഇസ്ലാമിക അഖീദ അനുസരിച്ച് അള്ളാഹുവിന്റെ നാമങ്ങളും സിഫത്തുകളും നമ്മൾ പഠിക്കുമ്പോൾ അള്ളാഹുവിന്റെ അസ്മാകളായി അസ്മാ ഉൽ ഹുസ്നയിൽ സ്ഥാനം പിടിച്ച പേരുകളല്ല റഷീദ് എന്നതും മനാഫ് എന്നതുമൊക്കെ. അതുകൊണ്ട് തന്നെ അബ്ദുർ റഷീദ് എന്നും അബ്ദു മനാഫ് എന്നുമൊക്കെ യഥാർത്ഥ വിശ്വാസം സ്വീകരിച്ച ഒരു വിശ്വാസിക്ക് പേര് വെക്കുവാൻ പാടുള്ളതല്ല. ഏതായിരുന്നാലും അബ്ദുസ് സത്താർ എന്ന പേരില്ലെങ്കിലും അബ്ദുസ് സിത്തീർ എന്ന് പറയാം. സത്താർ എന്നല്ല, സിത്തീർ എന്നാണ് ഹദീസിലൂടെ വന്നത് എന്ന് പറയുമ്പോൾ ആ ഇസ്മിന്റെ ചില തേട്ടങ്ങൾ, ചില താല്പര്യങ്ങളുണ്ട്. അത് നമ്മളോട് ചിലത് മറച്ചു വെക്കുവാൻ ആവശ്യപ്പെടുന്നുണ്ട്. അതിൽ ഒന്നാമത്തേത് നഗ്നതകൾ മറക്കുക എന്നതാണ്, ഔറത്ത് മറക്കുക എന്നതാണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, അവരുടെ മുൻകൈയും മുഖവും ഒഴികെയുള്ള എല്ലാ ഭാഗങ്ങളും പരമാവധി മറച്ചു വെക്കുക എന്നത് നിർബന്ധമായും തന്നെ ഇസ്ലാം പഠിപ്പിച്ച പ്രമാണങ്ങളിലൂടെയുള്ള കൽപ്പനയാണ്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പൊക്കിൽ മുതൽ മുട്ടുവരെയുള്ള ഭാഗമാണ് നിർബന്ധമായി മറക്കേണ്ടത് എങ്കിലും മിക്കവാറും നമ്മളൊക്കെ അതിൽ കൂടുതൽ മറക്കുന്ന ആളുകളാണ്. പക്ഷേ സങ്കടകരമെന്ന് പറയട്ടെ, പുതിയ ഒരു ട്രെൻഡ് അല്ലെങ്കിൽ പുതിയ ഒരു കൾച്ചറൽ സാംസ്കാരിക അധിനിവേശം എന്ന് പറയുന്നത് പോലെ മുസ്ലിം ചെറുപ്പക്കാരിലൊക്കെ ഇന്ന് നമ്മൾ കാണുന്നത് അവര് ചെറിയ ട്രൗസർ ഇട്ട് നടക്കുന്ന രീതിയുണ്ട്. അഥവാ അവരുടെ തുടയും മറ്റു ഭാഗങ്ങളും ഒക്കെ പരസ്യമാകുന്ന രീതിയിൽ, വീട്ടിൽ തന്റെ സ്വകാര്യതയിൽ കഴിയുന്ന കാര്യത്തെ സംബന്ധിച്ചല്ല, യാത്ര പോകുമ്പോഴും മറ്റുള്ളവരുടെ ഇടയിലേക്ക് കടന്നു ചെല്ലുമ്പോഴും ഒക്കെ ഒരു യൂറോപ്യൻ കൾച്ചർ നമ്മുടെ അടുക്കിലേക്കൊക്കെ നമ്മൾ അറിയാതെ കടന്നു വരുന്നുണ്ട് എന്നത് സാന്ദർഭികമായി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് ഇസ്ലാം നഗ്നതയായി പഠിപ്പിച്ച, ഔറത്തായി പഠിപ്പിച്ച എല്ലാ സംഗതികളും അതാണാണ് എങ്കിലും പെണ്ണാണെങ്കിലും മറച്ചു വെക്കണം. അതേപോലെ മറക്കാൻ പറയുമ്പോൾ കേവലം ഒരു മറ അല്ലെങ്കിൽ ഞാനും ഒരു വസ്ത്രം ധരിച്ചു എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടി മാത്രമുള്ള ഒരു വസ്ത്രധാരണ രീതി ആ പറഞ്ഞ ലക്ഷ്യം ധർമ്മം നിർവഹിക്കുന്നതല്ല.
ടൈറ്റ് ഫിറ്റ് അല്ലാത്ത അഥവാ കുറച്ച് ലൂസുള്ള, ട്രാൻസ്പെറന്റ് അല്ലാത്ത അഥവാ അതിനകത്തുള്ള എല്ലാം പുറമേ നിന്ന് കാണുവാൻ സാധിക്കുന്ന രീതിയിൽ ചില്ലുഭരണിയിൽ ഏതെങ്കിലുമൊക്കെ വസ്തുക്കൾ ഇട്ട് വെച്ചതുപോലെ വസ്ത്രം ധരിക്കുന്ന ആളുകൾ ഇസ്ലാമികമായി വളരെയധികം തെറ്റായ മോശമായ പ്രവണതയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാതിരിക്കുവാൻ നിവൃത്തിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹോദരിമാരെ പ്രത്യേകം ഉണർത്തിയതാണ്. ചില സ്ത്രീകൾ നിസാഉൻ കാസിയാത്തുൻ ആരിയാത്ത്, അവർ വസ്ത്രം ധരിച്ചിട്ടുണ്ട്, പക്ഷേ വിവസ്ത്രകളാണ്, നഗ്നകളാണ് എന്നാണ്. അത് കൃത്യമായി ഇന്നത്തെ സമൂഹത്തിന്റെ രൂപം കണ്ടാൽ നമുക്ക് അത് നോക്കി പറഞ്ഞതുപോലെ തോന്നും. അതുകൊണ്ട് തന്നെ വസ്ത്രധാരണ രീതിയിലും അല്ലാത്തപ്പോഴുമൊക്കെ മറക്കാൻ പറഞ്ഞ ഭാഗങ്ങൾ നമ്മൾ മറക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ റഅ റജുലൻ യഗ്തസിലു ബിൽ ബറാസി ബിലാ ഇസാർ, ഒരു വിജനമായ പ്രദേശത്ത്, വിശാലമായ ഒരു പ്രദേശം, അല്ലത്തി ലാ യൂജദു ബിഹാ അഹദ്, സാധാരണ അവിടെ ആരും ഉണ്ടാവുകയില്ല, വിശാലമായ സ്ഥലമാണ്. ആ സ്ഥലത്ത് ഒരു മനുഷ്യൻ അങ്ങനെ ഒറ്റക്ക് നിന്ന് നഗ്നനായി കുളിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണാനിടയായി. അപ്പോൾ ആ തുറസായ വിജന സ്ഥലത്ത് നിന്ന് കുളിച്ചുകൊണ്ടിരുന്ന മനുഷ്യനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തി. അയാളെ പേരെടുത്ത് പറയാതെ എല്ലാവർക്കും ഗുണപ്പെടുന്ന വിധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു എന്നറിയുമോ? ഫസഇദൽ മിംബറ ഫഹമിദല്ലാഹ വഅത്ന അലൈഹി. അത്തരം സാഹചര്യങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പള്ളിയിലെ മിമ്പർ ഉപയോഗപ്പെടുത്തും. അത് കേവലം ജുമുഅ ഖുതുബക്ക് മാത്രമല്ല, ആളുകളെ ഉത്ബോധിപ്പിക്കുവാനും ഉണർത്തുവാനുമുള്ള ഏത് സാഹചര്യത്തിലും അവിടെ കയറി ആളുകൾക്ക് വേണ്ടുന്ന ഉപദേശങ്ങൾ കൊടുക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ മിമ്പറിൽ കയറി അള്ളാഹുവിനെ സ്തുതിച്ചു, പടച്ചറബിനെ വാഴ്ത്തി പുകഴ്ത്തി. അതിനുശേഷം പറഞ്ഞു, ഇന്നല്ലാഹ അസ്സ വജല്ല ഹലീമുൻ ഹയ്യുൻ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവധാനതയുള്ളവനാണ്. ഏതെങ്കിലും ഒരു തെറ്റ്, ഏതെങ്കിലും ഒരു അബദ്ധം ആരെങ്കിലും ചെയ്യുമ്പോഴേക്ക് ഉടനെ ശക്തമായി പ്രതികരിച്ച് അവനെ അങ്ങ് ഇല്ലാതെയാക്കുന്ന രീതിയിൽ ഉടനടി പ്രതികരിക്കുന്നവനല്ല, മറിച്ച് അവധാനതയുള്ള, സാവകാശം നൽകുന്ന വിവേകശാലിയാണ് പടച്ചറബ്. അതേപോലെ ഹയ്യുൻ, അവൻ അങ്ങേയറ്റം ലജ്ജയുള്ളവനാണ്. സിത്തീറുൻ, അവൻ ചില കാര്യങ്ങൾ മറച്ചു വെക്കുന്നവനാണ്. അതുകൊണ്ട് തന്നെ യുഹിബ്ബുൽ ഹയാ വസ്സിത്ര, പടച്ചറബിന് ലജ്ജ ഇഷ്ടമാണ്. അതേപോലെ പല കാര്യങ്ങളും നിങ്ങൾ മറച്ചു വെക്കുന്നത്, നിങ്ങളുടെ ന്യൂനതകളും നഗ്നതകളും മറച്ചു വെക്കുന്നത് പടച്ചറബിന് ഇഷ്ടമാണ്. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും കുളിക്കുകയാണ് എങ്കിൽ തുറസായ സ്ഥലത്ത് നഗ്നരായി അങ്ങനെ കുളിക്കരുത്, മറ സ്വീകരിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് പോലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ നമുക്ക് പറഞ്ഞു തരുന്നത് പോലെ ബാഹ്യവും ആന്തരികവുമായ രണ്ട് തരം മറയുണ്ടായിരിക്കണം ഒരു വിശ്വാസിക്ക്. അതാണ് തുടക്കത്തിൽ ഞാൻ ഓതിവെച്ച സൂറത്തുൽ അഅറാഫിലെ 26-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിച്ചത്. അഥവാ വസ്ത്രവും ലജ്ജയുമാകുന്ന അല്ലെങ്കിൽ ഭയഭക്തിയാകുന്ന രണ്ട് തരത്തിലുള്ള മറയാണ് നമുക്ക് വേണ്ടത്. ഒന്ന്, വസ്ത്രത്തിലൂടെ നമുക്ക് ബാഹ്യമായ പലതിനെയും മറച്ചു വെക്കുവാൻ സാധിക്കും. യാ ബനി ആദമ ഖദ് അൻസൽനാ അലൈക്കും ലിബാസൻ യുവാരി സൗആതികും വരീഷ. ആദമിന്റെ മക്കളെ, മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ട് അല്ലാഹു പറയുകയാണ്, ഖദ് അൻസൽനാ അലൈക്കും ലിബാസൻ, നിങ്ങൾക്ക് നാം വസ്ത്രമാകുന്ന അനുഗ്രഹത്തെ ഇറക്കി തന്നിട്ടുണ്ട്. വസ്ത്രം എന്ന ഒരു നിഅമത്ത് പടച്ചറബ് നമുക്ക് ഏൽപ്പിച്ചിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംവിധാനം അള്ളാഹു ഇറക്കി തന്നിട്ടില്ല എങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? അള്ളാഹു പറയുന്നു, ആ അനുഗ്രഹത്തിലൂടെ യുവാരി സൗആതികും, നിങ്ങളുടെ നഗ്നതകൾ നിങ്ങൾക്ക് മറച്ചു വെക്കുവാൻ സാധിക്കും. നിങ്ങളുടെ കുറവുകളും ന്യൂനതകളും ആളുകൾക്കിടയിൽ പരസ്യപ്പെടുത്താതെ മറച്ചു വെക്കുവാൻ പറ്റുന്നതാണ് അള്ളാഹു ഇറക്കി തന്ന നിഅമത്താകുന്ന വസ്ത്രം. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. അതിന്റെ ധർമ്മം നിർവഹിക്കാത്ത രീതിയിൽ ഉള്ളിൽ മറഞ്ഞു നിൽക്കേണ്ട സംഗതികളൊക്കെ പുറത്തേക്ക് കാണുന്ന രീതിയിൽ സുതാര്യമായ, ട്രാൻസ്പെറന്റായ വസ്ത്രമാണ് നമ്മൾ സ്വീകരിക്കുന്നതെങ്കിൽ ഇസ്ലാമികമായി വസ്ത്രം ധരിച്ചു എന്നവരെ സംബന്ധിച്ച് പറയാൻ പറ്റുകയില്ല. വരീഷ, അതേപോലെ തന്നെ അലങ്കാരത്തിന്റെയും ഭംഗിയുടെയും, ഒരു മനുഷ്യന്റെ പ്രൗഢിയും അതേപോലെ തന്നെ സൗന്ദര്യവും ഒക്കെ പ്രകടിപ്പിക്കുവാൻ പറ്റുന്നതാണ് അയാൾ ധരിച്ചിട്ടുള്ള മാന്യമായ വേഷവിധാനം. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, വലിബാസു തഖ്വാ ദാലിക ഖൈർ. ഈ ബാഹ്യമായ മറയേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മറയുണ്ട്. വലിബാസു തഖ്വാ, തഖ്വയാകുന്ന വസ്ത്രം. ദാലിക ഖൈർ, അതാണ് ഏറ്റവും ഉത്തമം.
അവിടെ അബ്ദുറഹ്മാൻ ഇബ്നു നാസിർ അസ്സഅദി റഹ്മത്തുള്ളാഹി അലൈഹി ആ ആയത്ത് വിശദീകരിക്കുമ്പോൾ പ്രത്യേകം അത് രേഖപ്പെടുത്തി. വഅമ്മൽ ലിബാസുൽ ലാഹിരി, ബാഹ്യമായ വസ്ത്രത്തിലൂടെ നമ്മൾ വില കൊടുത്ത് വാങ്ങിച്ച് ധരിക്കുന്ന ആ വസ്ത്രത്തിലൂടെ ഫഗായതുഹു അൻ യസ്തുറൽ ഔറത്തൽ ലാഹിറ, ബാഹ്യമായ നഗ്നതകൾ മറക്കുക എന്നതാണ് അതിന്റെ ലക്ഷ്യം. എന്നാൽ ഫബി തഖ്ദീരി അദ്മി ഹാദൽ ലിബാസ് തൻകശിഫു ഔറത്തുഹുൽ ലാഹിറ, ആ വസ്ത്രം അയാൾ ധരിക്കാത്ത സാഹചര്യത്തിൽ എന്തുണ്ടാകും? അയാളുടെ ബാഹ്യമായ നഗ്നതകൾ ആളുകൾ കാണും, അയാളുടെ അയ്ബുകൾ, ന്യൂനതകൾ ആളുകൾ വീക്ഷിക്കും. വഅമ്മാ ബിതഖ്ദീരി അദ്മി ലിബാസി തഖ്വ ഫഇന്നഹാ തൻകശിഫു ഔറത്തുഹുൽ ബാത്തിന, എന്നാൽ ആന്തരികമായ മറയുടെ, ആന്തരികമായ ഒരു വസ്ത്രത്തിന്റെ ധർമ്മം നിർവഹിക്കുന്ന തഖ്വയാകുന്ന വസ്ത്രം ഒരാൾക്കില്ല എങ്കിലോ അയാളുടെ ആന്തരികമായ പല ന്യൂനതകളും വെളിവാകും. വയനാലുൽ ഖിസ്യ വൽ ഫളീഹ, അതുപോലെ അയാൾ നിന്ദ്യതയും ആളുകൾക്കിടയിൽ വഷളാവുകയും ചെയ്യുന്ന അവസ്ഥകൾ അതിലൂടെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ബാഹ്യവും ആന്തരികവുമായ മറ സ്വീകരിക്കുവാൻ വിശ്വാസികൾ എന്നുള്ള നിലയിൽ നമ്മൾ ബാധ്യസ്ഥരാണ്. മതം നമ്മളോട് കൽപ്പിച്ചതാണ്. അതിന്റെ ഭാഗമായി തന്നെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു നമ്മളോട് ദൃഷ്ടി താഴ്ത്തുവാൻ. ആരുടെയെങ്കിലുമൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള കുറവുകളും ന്യൂനതകളും അവരുടെ നഗ്നതകൾ തന്നെ ചിലപ്പോൾ നമ്മുടെ കണ്ണിലേക്ക് പെട്ടുപോകാതിരിക്കാൻ, സങ്കടകരമെന്ന് പറയട്ടെ, ഇന്ന് അങ്ങനെ പെട്ടുപോകലല്ല, ഇന്നാ നോക്കിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് കാണിച്ചു തരുന്ന രീതിയിലാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. കുല്ലിൽ മുഅ്മിനീന യഗുല്ലൂ മിൻ അബ്സാരിഹിം, സത്യവിശ്വാസികളോട് പറയൂ പ്രവാചകരെ, അവർ അവരുടെ ദൃഷ്ടികൾ താഴ്ത്തട്ടെ. അള്ളാഹു നൽകിയ കണ്ണുകൾ, ആ കണ്ണിന് പോളകൾ അള്ളാഹു നൽകിയിട്ടുണ്ട്, ആ കൺപോളകൾ കൊണ്ട് കണ്ണടക്കട്ടെ. വയഹ്ഫളൂ ഫുറൂജഹും, അവരവരുടെ ലൈംഗിക അവയവങ്ങൾ, ഗുഹ്യഭാഗങ്ങൾ സംരക്ഷിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യട്ടെ എന്ന് സൂറത്തു നൂറിലെ 30-ാമത്തെ ആയത്തിൽ ആണുങ്ങളോട് പ്രത്യേകം പറഞ്ഞതിന് ശേഷം 31-ാമത്തെ വചനത്തിൽ അള്ളാഹു പറഞ്ഞു വഖുല്ലിൽ മുഅ്മിനാതി യഗ്ളുദ്ന മിൻ അബ്സാരിഹിൻ, സത്യവിശ്വാസിനികളോടും പറഞ്ഞു കൊടുക്കണം പ്രവാചകരെ, അവർ അവരുടെ കണ്ണുകൾ താഴ്ത്തുവാൻ. വയഹ്ഫളന ഫുറൂജഹുന്ന വലാ യുബ്ദീന സീനതഹുന്ന, അവരുടെ കണ്ണുകൾ താഴ്ത്തണം, അവരുടെ ലൈംഗിക അവയവങ്ങൾ, ഗുഹ്യഭാഗങ്ങൾ അവർ സംരക്ഷിക്കണം, അവരുടെ സൗന്ദര്യം അവർ മറ്റുള്ളവർക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കരുത് എന്ന്. പക്ഷേ ഇന്ന് വില കൊടുത്ത് സൗന്ദര്യ സംവർദ്ധക വസ്തുക്കൾ വാരിത്തേച്ച് അതിന്റെ ശാരീരികമായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അവിടെ നിൽക്കട്ടെ, ഇസ്ലാമികമായി അതെത്രമാത്രം മോശമായ സംഗതിയാണ് എന്നറിയുമോ? ഒരാളെ നമ്മളിലേക്ക് മോശമായ ചിന്തയിലൂടെ നോക്കുവാൻ വേണ്ടി ഒരു പെണ്ണ് തുറന്നിട്ട് നിന്നാൽ അവൾ വേശ്യയാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. വ്യഭിചാരത്തിലേക്ക് മറ്റുള്ളവരെ മാടി വിളിക്കുന്ന രീതി ഒരിക്കലും ഇസ്ലാമികമായി അതൊരു ഫാഷൻ എന്ന രീതിയിൽ, ഒരു പുരോഗമനം എന്ന രീതിയിൽ നമുക്ക് അംഗീകരിക്കുവാൻ സാധിക്കുകയില്ല. അതേപോലെ തന്നെ അതിന്റെ ഭാഗമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്, വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞതാണ്, നമ്മുടെ പ്രൈവസി സൂക്ഷിക്കുവാൻ നമുക്ക് സാധിക്കണം. സ്വന്തം വീട്ടിലാണെങ്കിലും സ്വന്തം റൂമിലാണ് എങ്കിലും ആ വീട്ടിലെ അംഗങ്ങൾക്ക് യഥേഷ്ടം ഓടിക്കയറുവാൻ ഇസ്ലാം അനുവാദം നൽകുന്നില്ല. അവരോട് കതകിൽ മുട്ടി അനുവാദം ചോദിക്കേണ്ട രംഗങ്ങളുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, ലിയസ്തഅ്ദിനുകുമുല്ലദീന മലക്കത് അയ്മാനുക്കും വല്ലദീന ലം യബ്ലുഗുൽ ഹുലുമ മിൻകും സലാസ മർറാത്ത്. സാധാരണ രീതിയിൽ 3 സന്ദർഭങ്ങളിൽ നിങ്ങളുടെ വീടുകളിലുള്ള ഭൃത്യന്മാർ, സേവകന്മാർ, വേലക്കാരികൾ, അതേപോലെ തന്നെ നിങ്ങളുടെ ചെറിയ മക്കൾ, കുട്ടികൾ, അവർ 3 നേരങ്ങളിൽ 3 സന്ദർഭങ്ങളിൽ നിങ്ങളോട് അനുവാദം ചോദിച്ചിട്ടല്ലാതെ നിങ്ങളുടെ റൂമിലേക്ക്, പ്രൈവറ്റ് റൂമിലേക്ക് അവർ കടന്നു വരാൻ പാടില്ല. മിൻ ഖബ്ലി സ്വലാത്തിൽ ഫജ്ർ, ഒന്ന് സുബ്ഹ് നമസ്കാരത്തിന്റെ മുമ്പുള്ള സമയം. നമ്മൾ സ്വതന്ത്രമായി ഉറങ്ങുന്ന, ഒന്ന് സ്വാതന്ത്ര്യം അനുഭവിച്ച് നമ്മുടെ വസ്ത്രങ്ങളൊക്കെ ഏത് രൂപത്തിലായിരിക്കും, നമ്മൾ നമ്മുടെ ഭാര്യയുമായിട്ടുള്ള സന്ദർഭത്തിലായിരിക്കാം. അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിൽ മക്കളാണ് എങ്കിലും വീട്ടിൽ ആരാണെങ്കിലും കതക് തുറന്ന് ഓടിക്കയറുവാനുള്ള അനുവാദം വീട്ടിലെ ആളുകൾക്ക് പോലുമില്ല. വഹീന തലഊന സിയാബകും മിനൽ ലഹീറ, നിങ്ങൾ ഉച്ചക്കൊന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി, ഒരു ഉച്ചയുറക്കത്തിന് വേണ്ടി നിങ്ങൾ വസ്ത്രമൊക്കെ ഒന്ന് മാറ്റിവെക്കുന്ന സന്ദർഭത്തിൽ നിങ്ങളുടെ ആ രീതിയിൽ മറ്റുള്ളവർ കാണുവാൻ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടാവുകയില്ല. അത് നിങ്ങളുടെ പ്രൈവസിയാണ്, സ്വകാര്യതയാണ്. അതിലേക്ക് അതിക്രമിച്ചു കയറാൻ കുടുംബത്തിലെ ആളുകൾക്ക് പോലും അനുവാദമില്ല. വമിൻ ബഅദി സ്വലാത്തിൽ ഇശാ, ഇശാ നമസ്കാരത്തിന് ശേഷവും അത്യാവശ്യം പറയാനുണ്ടെങ്കിൽ, കാണാനുണ്ടെങ്കിൽ, വിളിക്കണം, മുട്ടണം,
അനുവാദം ചോദിക്കണം, എന്നിട്ട് അവർ വന്ന് അവരുമായി സംസാരിക്കണം എന്നല്ലാതെ വാപ്പയുടെ റൂമല്ലേ അല്ലെങ്കിൽ വാപ്പയല്ലേ മക്കളുടെ റൂമല്ലേ എന്നിങ്ങനെ ആർക്കും അനുവാദമില്ല. സലാസു ഔറാത്തിൻ ലക്കും, അത് നിങ്ങളുടെ ഔറത്തുകളാണ് എന്നാണ്, സ്വകാര്യതകളാണ്, മറച്ചു വെക്കേണ്ട സംഗതിയാണ് എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നൂറിലെ തന്നെ 58-ാമത്തെ ആയത്തിൽ പഠിപ്പിക്കുകയാണ്. പക്ഷെ ഭൂരിഭാഗം ആളുകൾ ശ്രദ്ധിക്കുന്നില്ല എന്ന് ഇന്ന് നമ്മൾ പറയുമ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മുമ്പേ പറഞ്ഞിട്ടുണ്ട്, വലബശൈത്വാനു അലന്നാസ്, മനുഷ്യന്മാരെ പിശാച് കീഴ്പ്പെടുത്തിയ അതിജയിച്ച ചില വചനങ്ങളുണ്ട് ഖുർആനിൽ. തറക്കന്നാസ് ഫലം യഅമലു, ആ ആയത്തുകളെ ആളുകൾ ഉപേക്ഷിച്ചിരിക്കുകയാണ്. ഭൂരിഭാഗം ആളുകൾ അമൽ ചെയ്യുന്നില്ല, അതനുസരിച്ച് പ്രവർത്തിക്കുന്നില്ല എന്ന് പറഞ്ഞതിൽ പെട്ടതാണ് ഈ പഠിപ്പിച്ച മര്യാദകളും അതേപോലെ ദീനിയായ അധ്യാപനങ്ങളും എന്ന് നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ നമ്മളോട് മറച്ചു വെക്കാൻ പറഞ്ഞ മറ്റൊന്നാണ്, കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചിരുന്നു, കുറവുകളും ന്യൂനതകളും ഒക്കെ മറച്ചു വെക്കാൻ. ചിലപ്പോൾ മയ്യത്ത് കുളിപ്പിക്കുന്ന ആളുകൾ അവരുടെ ദൃഷ്ടിയിൽ പെടാറുണ്ട് ആ മയ്യത്തിന്റെ പല അയ്ബകളും ന്യൂനതകളും. അത് പലപ്പോഴും ആളുകളുമായി സംസാരിക്കുമ്പോൾ അവരുടെ സ്വകാര്യ സംഭാഷണങ്ങളിൽ വിഷയമായി വന്നാൽ അവിടെ നമ്മൾ ഭയക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയതാണ്. ജീവിച്ചിരിക്കുന്ന ആളുടേതാണ് എങ്കിലും മരിച്ചുപോയ ആളുകളുടേതാണെങ്കിലും ന്യൂനതകൾ, കുറവുകൾ നമ്മൾ വിഷയമാക്കി സംസാരിക്കുകയോ അവർക്ക് പ്രയാസമുണ്ടാക്കുന്ന അവസ്ഥയുണ്ടാക്കുകയോ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ നമ്മൾ സ്വയം ചെയ്തു പോയ തെറ്റുകളാണ് എങ്കിലും, നമുക്ക് സംഭവിച്ചു പോയ അബദ്ധങ്ങളാണ് എങ്കിലും അത് ആളുകളോട് വിളിച്ചു പറയേണ്ടതില്ല. പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത് പോലെ മനുഷ്യന്മാരിൽ സംഭവിക്കുന്ന അബദ്ധങ്ങൾ, തെറ്റുകൾ രണ്ടു തരത്തിലുണ്ട്. ഒന്ന് പടച്ചറബുമായി മാത്രം ബന്ധമുള്ളത്, ഒരു മനുഷ്യനുമായും അതിന് ബന്ധമില്ല, ആരുടെയും ഹക്കുമായി ബന്ധപ്പെട്ടതല്ല, അള്ളാഹ് വിലക്കിയ ഒരു കാര്യം നമ്മൾ ചെയ്തു പോയി. അങ്ങനെയുണ്ടെങ്കിൽ ആരോടും അത് പരസ്യപ്പെടുത്തേണ്ടതില്ല. നമ്മുടെ റബ്ബുമായി ഒഴിഞ്ഞിരുന്ന് നമുക്ക് ആ റബ്ബിനോട് പശ്ചാത്തപിക്കാം, പൊറുക്കലിനെ തേടാം, അവനോട് മഗ്ഫിറത്തും അഫുവും ചോദിക്കാം. പാപങ്ങൾ മറച്ചു വെച്ച് എന്നെ വഷളാക്കല്ലേ എന്ന് പറയാം. മറച്ചു വെച്ച് എന്നെ സംരക്ഷിക്കണമേ, അത് പരസ്യപ്പെടുത്തി എന്നെ വഷളാക്കല്ലേ എന്നുള്ള അഫുവിന്റെയും മഗ്ഫിറത്തിന്റെയും രണ്ടും സംഗതി അയാൾക്ക് ചോദിക്കാം. ആരോടും പറയേണ്ടതില്ല, പടച്ചറബിനോട് മാത്രം പറഞ്ഞാൽ മതി. അവൻ തവ്വാബാണ്, ഗഫാറാണ്, അഫുവാണ്, ഏറെ വിട്ടുവീഴ്ച ചെയ്യുന്നതും അതേപോലെ തന്നെ പാപങ്ങൾ മറച്ചു വെക്കുന്നവനും അതേപോലെ തന്നെ മഗ്ഫിറത്ത്, പാപമോചനം നൽകുകയും ഒക്കെ ചെയ്യുന്നവനാണ്. ആ റബ്ബുമായി മാത്രം പറഞ്ഞാൽ മതി, ആരോടും അത് പറയേണ്ടതില്ല എന്നർത്ഥം. മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട ഹക്കുകൾ ആണെങ്കിലോ, ആളുകളുടെമായിട്ടുള്ള ഇടപാടുകൾ, അയാൾക്ക് കൊടുക്കാനുണ്ട് പൈസ, അല്ലെങ്കിൽ ശാരീരികമായോ മാനസികമായോ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് മനുഷ്യന്മാര് തമ്മിലുള്ള ഒരു ഹക്കിടപാട് അതിലുണ്ട്. അപ്പോൾ അവരോട് മാപ്പ് ചോദിച്ചിട്ട് വേണം ആ വിഷയത്തിൽ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടാൻ. അതല്ലാത്ത റബ്ബുമായി മാത്രം ബന്ധപ്പെട്ട അബദ്ധങ്ങളാണ്, വീഴ്ചകളാണ്, പാപങ്ങളാണ് നമ്മളിൽ വന്നുപോയതെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ വന്ന ഒരു സ്വഹാബി അദ്ദേഹത്തിന് സംഭവിച്ച അബദ്ധത്തെ സംബന്ധിച്ച്, അയാൾ ചെന്നുപെട്ട ഒരു തെറ്റിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞു എന്നറിയോ? ഉസ്തുർ അലാ നഫ്സിക്, നീ അത് മറച്ചു വെക്കണം, നീ അത് പരസ്യപ്പെടുത്തേണ്ടതില്ല. വതുബ് വലാ തുഖ്ബിർ അഹദ, നീ എന്നിട്ട് റബ്ബിനോട് തൗബ ചെയ്തോ, ഒരാളോടും നീ അത് പറയേണ്ടതില്ല. ഇതാണ് ഇസ്ലാമിന്റെ പൊതുവെയുള്ള രീതി എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. പൊതുവിൽ കാണുന്ന രീതിയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് കുല്ലു ഉമ്മത്തി മുആഫാ ഇല്ലൽ മുജാഹിരീൻ, എല്ലാ മനുഷ്യന്മാർക്കും, വിശ്വാസികളായ എല്ലാവർക്കും അള്ളാഹു അഫ്വ് ചെയ്ത് മാപ്പ് ചെയ്തു കൊടുക്കും. ഇല്ലൽ മുജാഹിരീൻ, പരസ്യപ്പെടുത്തിയവർക്ക് ഒഴികെ. ചെയ്ത അബദ്ധങ്ങൾ, തെറ്റുകൾ ആളുകൾക്കിടയിൽ വിളിച്ചു പറഞ്ഞ് ആ തെറ്റ് പരസ്യപ്പെടുത്തിയവരല്ലാത്ത എല്ലാവർക്കും അള്ളാഹു മാപ്പ് നൽകുമെന്നാണ്. വഇന്ന മിനൽ മുജാഹറത്തി, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇങ്ങനെ പരസ്യമായി ചെയ്യുന്ന തെറ്റുകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്, അല്ലെങ്കിൽ തെറ്റുകൾ പരസ്യപ്പെടുത്തുന്നതിന്റെ രൂപത്തിൽപ്പെട്ടതാണ് അൻ യഅമല റജുലു ബില്ലൈലി അമല, ഒരാൾ രാത്രിയുടെ മറയിൽ ഏതെങ്കിലും ഒരു അബദ്ധം, ഒരു തെറ്റ്, ഒരു അപരാധം ചെയ്തു. സുമ്മ യുസ്ബിഹു വഖദ് സതറഹു അല്ലാഹു അലൈഹി, പ്രഭാതത്തിലാകുമ്പോൾ, പകലിലാകുമ്പോൾ ഒരാളും അറിഞ്ഞിട്ടില്ല അയാൾ ചെയ്തത്, പടച്ചറബ് മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ, പിന്നെ അയാളും അതറിഞ്ഞിട്ടുണ്ട്. എന്നാലും ഫയഖൂൽ യാ ഫുലാൻ അമിൽതുൽ ബാരിഹത കദാ വകദാ, ഇയാൾ തന്നെ വിളിച്ചു പറഞ്ഞ ആളുകളെ അറിയിക്കാൻ, ഞാൻ ഇന്നലെ രാത്രി ഇങ്ങനെ ചെയ്തു പോയി. ചിലപ്പോൾ കുറ്റബോധം കൊണ്ടായിരിക്കാം, അതല്ലെങ്കിൽ അതങ്ങനെ വിളിച്ചു പറയുന്ന ഒരു രീതി ഏതാണ് എങ്കിലും അതൊരു നന്മയായി ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. നമ്മൾ ചെയ്തു പോയ അബദ്ധങ്ങൾ, തെറ്റുകുറ്റങ്ങൾ റബ്ബിനോട് പറയുക, പശ്ചാത്തപിക്കുക, പൊറുക്കലിനെ തേടുക എന്നല്ലാതെ
ആളുകളെ വിളിച്ച് അറിയിക്കുന്ന രീതി ഇസ്ലാമികമായി ശരിയല്ല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഖദ് ബാത യസ്തുറുഹു റബ്ബുഹു, പടച്ച റബ്ബ് അവന്റെ തെറ്റിനെ മറച്ചു വെച്ചുകൊണ്ടാണ് ആ രാത്രി മുഴുവൻ കഴിഞ്ഞുപോയത്. അള്ളാഹ്ക്കറിയില്ലേ അവൻ ചെയ്ത തെറ്റ്? അള്ളാഹ് വിചാരിച്ചാൽ അത് പരസ്യപ്പെടുത്താൻ കഴിയില്ലേ? എന്നിട്ടും പടച്ച റബ്ബ് മറച്ചു വെച്ച ആ മറയെ പിച്ചിച്ചീന്തിക്കൊണ്ട് തന്റെ അഭിമാനത്തെ, തന്റെ ന്യൂനതകളെ അയാൾ വിലവെക്കാതെ പരസ്യപ്പെടുത്തുകയാണ്. വയുസ്ബിഹു യക്ഷിഫു സത്തറല്ലാഹി അൻഹു, അള്ളാഹു ഇട്ടുകൊടുത്ത മറ അയാൾ വിരിനീക്കി ആളുകൾക്ക് മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നു. അത് മോശമായ സംഗതിയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് അബദ്ധങ്ങൾ സംഭവിക്കാം, മനുഷ്യന്മാരാണ് നമ്മളൊക്കെ, ന്യൂനതകൾ ഉള്ളവരാണ്. പടച്ചറബിനോട് പൊറുക്കലിനെ തേടാൻ സ്വകാര്യതയിൽ നമ്മൾ നിരന്തരമായി, ആ ഒരു ബോധമുള്ള വിശ്വാസി നിരന്തരമായും അസ്തഗ്ഫിറുല്ലാഹ് വ അതൂബു ഇലൈഹി, അല്ലാഹുവേ ഞാൻ നിന്നോട് പശ്ചാത്തപിക്കുന്നു, നിന്നോട് പൊറുക്കലിനെ തേടുന്നു എന്നിങ്ങനെ ദിക്റുകളായി അത് പറഞ്ഞുകൊണ്ടിരിക്കും. അതേപോലെ തന്നെ മൂന്നാമതായ ഒരു സംഗതി നമ്മളോട് മറച്ചു വെക്കാൻ പറഞ്ഞത്, രഹസ്യമായി ആരെങ്കിലും എന്തെങ്കിലും സ്വകാര്യങ്ങൾ നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ, ഒരുപക്ഷെ അയാളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് അയാൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നം, അതിന്റെ ഒരു സൊല്യൂഷൻ തേടിക്കൊണ്ട്, പരിഹാരം അന്വേഷിച്ചുകൊണ്ട്, അല്ലെങ്കിൽ മതപരമായ അതിന്റെ വിധി തേടിക്കൊണ്ട് നമ്മളോട് പറഞ്ഞതായിരിക്കും. കിട്ടിപ്പോയല്ലോ ചാൻസ് എന്ന രീതിയിൽ അയാളുടെ കഴുത്ത് നമ്മുടെ കക്ഷത്തിലേക്ക് വെച്ച് തന്നതുപോലെ അയാളെ എപ്പോഴും ബുദ്ധിമുട്ടിക്കുവാനുള്ള ഒരു സംഗതിയായി ആ രഹസ്യം ഉപയോഗപ്പെടുത്തിയാൽ വലിയ കുറ്റമായിരിക്കും. അതൊരു അമാനത്താണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. പുറത്ത് പ്രചരിപ്പിക്കുവാൻ പാടില്ല. ഇദാ ഹദ്ദസ റജുലുൽ ഹദീസ് സുമ്മ ഇൽതഫത ഫഹിയ അമാന. ഒരാൾ നിങ്ങളോടൊരു കാര്യം പറയുമ്പോൾ അയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കുന്നുണ്ട് എങ്കിൽ, അഥവാ മറ്റൊരാൾ കാണരുത്, കേൾക്കരുത് എന്ന് ആ സന്ദർഭത്തിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒരു സ്വകാര്യമാണ് നിങ്ങളോട് പറഞ്ഞതെങ്കിൽ ഫഹിയ അമാന, അത് വലിയ ഉത്തരവാദിത്തമുള്ള അമാനത്താണ്, സൂക്ഷിക്കുവാൻ ഏൽപ്പിക്കപ്പെട്ട ഒരു സ്വത്താണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അപ്പോ പ്രത്യേകം പറയരുത്, ആരും അറിയരുത് എന്ന് പറഞ്ഞ കാര്യങ്ങളാണ് എങ്കിലോ എത്രമാത്രം ഗൗരവം ഉണ്ടായിരിക്കും. അതിൽ തന്നെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ളതാണ് എങ്കിൽ, അവർ തമ്മിൽ തെറ്റിയാൽ, പിണങ്ങിയാൽ, അവളുടെ ന്യൂനതകൾ, കുറവുകൾ അവൻ വിളിച്ചു പറയാ, അവന്റെ കുറവുകളും ന്യൂനതകളും, അവന്റെ കുടുംബക്കാരുടെ കുറ്റവും കുറവും ഒക്കെ അവരുടെ കുടുംബക്കാരും വിളിച്ചു പറയുക, എത്രമാത്രം മോശമായ സംഗതിയാ. ഇന്ന മിൻ അഅ്ളമിൽ അമാനതി ഇൻദല്ലാഹി യൗമൽ ഖിയാമ, പടച്ചറബിന്റെ അടുക്കൽ ഖിയാമത്ത് നാളിൽ ഏറ്റവും ഗുരുതരമായ ഗൗരവപ്പെട്ട അമാനത്തുകളിൽ പെട്ടതാണ് അർറജുലു യുഫ്ളി ഇല ഇംറഅതിഹി വതുഫ്ളി ഇലൈഹി. ഭാര്യയും ഭർത്താവുമായി ഒരേ ശരീരം പോലെ, ഒരേ മനസ്സുമായി അവർ ജീവിച്ചു, അവരുടെ എല്ലാം നൽകി, കൊടുക്കുകയും വാങ്ങുകയും ഒക്കെ ചെയ്തു. എന്നിട്ട് സുമ്മ യൻശുറു സിർറഹ, അവളുടെ ഏതെങ്കിലും ന്യൂനതകൾ, കുറവുകൾ അയാൾ വിളിച്ചു പറയുന്നുവെങ്കിൽ, അതേപോലെ തന്നെ അവന്റെ ന്യൂനതകൾ അവൾ വിളിച്ചു പറയുന്നുണ്ട് എങ്കിൽ ഏറ്റവും ഗുരുതരമായ അമാനത്തിൽ വീഴ്ച വരുത്തിയിരിക്കുന്നു എന്നാണ് ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹു നമ്മുടെ ന്യൂനതകൾ, കുറവുകൾ മറച്ചു വെച്ച് ദുനിയാവിലും നാളെ പരലോകത്തും നമ്മെ സംരക്ഷിക്കണമെങ്കിൽ സിത്തീറായ റബ്ബ് നമ്മളോട് പലതരത്തിലുള്ള സിത്തറുകൾ മറയിടുവാൻ നമ്മളോട് പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ കേട്ടത്. നമ്മുടെ ജീവിതത്തിൽ അത് എപ്പോഴും ഉണ്ടായിരിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് റഹ്മാനായ റബ്ബ്. ദുനിയാവിലും ആഖിറത്തിലും വഷളാക്കാതെ അഭിമാനത്തോടെ, അന്തസ്സോടെ റബ്ബിനെ കണ്ടുമുട്ടുവാനുള്ള തൗഫീക്ക് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറാ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരമാവധി ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. റഹ്മാനായ റബ്ബ് നമുക്കതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ പൊതുവിലുള്ള ഒരു ട്രെൻഡ് എന്താണെന്ന് ചോദിച്ചാൽ, സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ആളുകൾക്കൊക്കെ അറിയും, എന്ത് കിട്ടിയാലും പരസ്യപ്പെടുത്തുന്ന രീതി. ചിലർക്ക് അതൊരു ഫാഷനാണ്, ഒരു ഹോബിയാണ്. വിശിഷ്യ ഇക്കാലത്ത് നല്ല ഒരു ഫുഡ് ഉണ്ടാക്കിയാൽ അപ്പോഴേക്കും പെണ്ണുങ്ങളും ആണുങ്ങളും ഒക്കെ അത് ഫോട്ടോ എടുത്ത്
സ്റ്റാറ്റസ് ആക്കി അപ്ലോഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ അവരുടെ ഫേസ്ബുക്കിലും അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലുമൊക്കെ പ്രചരിപ്പിക്കുന്ന രീതി. നല്ലൊരു വസ്ത്രമുണ്ടായാൽ, നല്ലൊരു വാഹനമുണ്ടായാൽ, നല്ലൊരു വീടുണ്ടായാൽ, മക്കളുടെ ഏതെങ്കിലും തരത്തിലുള്ള നല്ലൊരു പെർഫോമൻസ് ഉണ്ടായാൽ അതൊക്കെ വീഡിയോ ആയും അല്ലെങ്കിൽ ഫോട്ടോഗ്രഫിയായും ഒക്കെ പരസ്യപ്പെടുത്തുന്ന രീതി. അതും നമ്മൾ മനസ്സിലാക്കുമ്പോൾ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ എടുത്തു പറയുക എന്നത് ശുക്റിന്റെ ഭാഗമാണ്, അതിൽ ആർക്കും സംശയമില്ല. സ്വഹാബിയായ അബൂ നളറ റളിയല്ലാഹു അൻഹു പറയുന്നു, കാനൽ മുസ്ലിമൂന യറൗന അന്ന മിൻ ശുക്രി നിഅമി അൻ യുഹദ്ദിസ ബിഹാ. അള്ളാഹു ഏതെങ്കിലും നിഅമത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നിഅമത്ത് എടുത്തു പറയുക എന്നത് അള്ളാഹുവിനോടുള്ള ശുക്റിന്റെ ഭാഗമായി മുസ്ലിങ്ങൾ മുമ്പേ കണ്ടതാണ്, അംഗീകരിച്ചതാണ്. എന്നാൽ അതൊരു പൊങ്ങച്ചവും ദുരഭിമാനവുമായി, ഒരു കിബറിന്റെ ഭാഗവുമൊക്കെയായി മാറുന്നത് സൂക്ഷിക്കണം. നമ്മളത് നല്ല ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു വാഹനമുണ്ടായി, നല്ലൊരു വീടുണ്ടായി, നമ്മുടെ മക്കൾ മാഷാ അല്ലാഹ് നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ലൊരു പെർഫോമൻസ് അവരുടേതൊക്കെ ഉണ്ടായി. അപ്പോ മക്കളില്ലാത്തവരുടെ സങ്കടങ്ങൾ കാണാതെ, ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാതെ കഷ്ടപ്പെടുന്നവരുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കാണാതെ അത് നമ്മൾ ആഘോഷിച്ച് സന്തോഷിക്കുമ്പോൾ അത് വേറെ ചില ആളുകൾക്ക് കണ്ണീരിന് നിമിത്തമാകുന്നു എങ്കിൽ അവിടെയാണ് പൊങ്ങച്ചവും ആർഭാടവും കിബറുമൊക്കെ കടന്നു വരുന്നത്. എനിക്കൊക്കെയുണ്ട്, നിനക്കൊന്നും ഇല്ലല്ലോ എന്ന് വായ കൊണ്ട് പറയണമെന്നില്ല. നമ്മുടെ ചെയ്തികളിലൂടെ അങ്ങനെയാണ് വരുന്നത്. അതേപോലെ തന്നെ അത്തരം ചില ചെയ്തികളിലൂടെ അസൂയ ഉണ്ടാകുവാനും സാധ്യതയുണ്ട്. അതേപോലെ തന്നെ വേറെ ചില ആളുകൾ അവരുടെ ചില സമീപനങ്ങളിലൂടെ കണ്ണേറുണ്ടാകുവാനും സാധ്യതയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് വത്തഹദ്ദുസു ബിനിഅമത്തില്ലാഹി ശുക്റുൻ വതർകുഹാ കുഫ്റുൻ. അള്ളാഹു ചെയ്തു തന്ന നിഅമത്തുകൾ നമ്മൾ എടുത്തു പറയുക എന്നത്, അള്ളാഹു എനിക്ക് ഇന്ന നിഅമത്ത് ചെയ്തു, അത് വാഹനമാകട്ടെ, വസ്ത്രമാകട്ടെ, വീടാകട്ടെ, മക്കളാകട്ടെ, എന്തും അത് നിഅമത്തായി എടുത്തു പറയുക എന്നത് നന്ദിയുടെ ഭാഗമാണ്. വതർകുഹാ കുഫ്ർ, അത് പറയാതിരിക്കൽ നന്ദികേടിന്റെ ഭാഗമാണ് എന്നാണ്. പക്ഷെ ഈ ഹദീസിനെ വിശദീകരിക്കുമ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞു, ഹാദൽ ഖബറു മൗദിഉഹു മാ ലം യതറത്തബ് അല തഹദ്ദുസി ബിഹാ ലറർ. ആ പറയുന്നതിലൂടെ, ആ നിഅമത്ത് പരസ്യപ്പെടുത്തുന്നതിലൂടെ ഒരു പ്രയാസവും ബുദ്ധിമുട്ടും ഇല്ലാത്ത സന്ദർഭത്തിലാണ് അത് നിഅമത്തായി, നന്മയായി ഭവിക്കുകയുള്ളൂ. എന്നാൽ കൽ ഹസദ്, അത് പറയുന്നതിലൂടെ, അത് പരസ്യപ്പെടുത്തുന്നതിലൂടെ ആർക്കെങ്കിലും നിങ്ങളോട് അസൂയയുണ്ടാകുമെന്ന് നിങ്ങൾ ന്യായമായും സംശയിക്കുന്നുവെങ്കിൽ, അതേപോലെ ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാകുമെന്ന് നിങ്ങൾ ഭയപ്പെടുന്നുവെങ്കിൽ, വ ഇല്ലാ ഫൽ കത്മാനു ഔല, അപ്പോൾ അത്തരം കാര്യങ്ങൾ മറച്ചു വെക്കലാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന്. അതേപോലെ കണ്ണേറിന്റെ കാര്യം ഞാൻ സൂചിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, അൽ ഐനു ഹഖ്ഖുൻ. അങ്ങനെ ഒരു സംഗതി ഉണ്ട്, അത് അന്ധവിശ്വാസമല്ല, ഹദീസുകളിലൂടെ സ്ഥിരപ്പെട്ടതാണ്. എന്നാൽ എന്ത് പറ്റിയാലും കണ്ണേറുമായി ബന്ധപ്പെട്ട് പറഞ്ഞാൽ രണ്ട് എക്സ്ട്രീമായ സമീപനം ആളുകൾക്കിടയിൽ കാണുവാൻ സാധിക്കും. ഒരു വിഭാഗം ആളുകൾ അങ്ങനെയൊന്നുമില്ല, അതൊക്കെ അന്ധവിശ്വാസമാണ് എന്ന് പറഞ്ഞ് ആ പറഞ്ഞു വന്ന ഹദീസുകളെ എല്ലാം നിഷേധിക്കുകയും തള്ളിക്കളയുകയും കോട്ടിമാട്ടുകയും ഒക്കെ ചെയ്യുന്ന ഹദീസ് നിഷേധത്തിന്റെ സമീപനമാണെങ്കിൽ, വേറെ ചില ആളുകൾ എന്ത് സംഭവിച്ചാലും, ഒരു ജലദോഷപ്പനി ഉണ്ടായാൽ അത് തുടങ്ങി എല്ലാ സംഗതിയും ആരുടെയോ കണ്ണേറ് തട്ടിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ പിന്നാലെ പോകുന്ന രീതി, ഇത് രണ്ടും എക്സ്ട്രീമായിട്ടുള്ള സമീപനമായിട്ടാണ് ഇസ്ലാം പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി ആ വിഷയം പഠിപ്പിക്കുമ്പോൾ പ്രത്യേകമായി വ്യക്തമായി പറയുന്നുണ്ട്, അത്തവഖി മിൻ ശുറൂരിൽ ഹാസിദി വൽ ആയിൻ ഫഇന്നഹു, തീർച്ചയായും അസൂയാലുവിൽ നിന്നും കണ്ണേർ, അതേപോലെ തന്നെ കണ്ണേറിന്റെയും ഒക്കെ ദുരിതങ്ങൾ, ഷർറുകൾ ഉണ്ടാകും, അത് സൂക്ഷിക്കേണ്ടതാണ്. എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടത്? അവ്വലൻ, ഒന്നാമതായി ബിത്തവക്കുലി അലല്ലാഹ്, അള്ളാഹുവിൽ തവക്കുലാക്കണം. തൗഹീദുള്ള, പടച്ച റബ്ബ് നിശ്ചയിച്ചതല്ലാതെ ഒന്നും വരികയില്ല എന്ന് മനസ്സിലാക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം റബ്ബിൽ തവക്കുലാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കണം. എന്റെ എന്ത് കണ്ടാലും, ആളുകൾ എന്ത് പറഞ്ഞാലും എന്റെ റബ്ബ് നിശ്ചയിച്ചതല്ലാതെ വരികയില്ല. അപ്പൊ അതിന്റെ പിന്നാലെ അയാൾ നോക്കിയത് കൊണ്ടാണോ, അയാൾ അങ്ങനെ പറഞ്ഞത് കൊണ്ടാണോ എന്നിങ്ങനെ ചിന്തിച്ച് മനസ്സിൽ അത് തന്നെ ഇട്ട് നടക്കുന്ന ഒരവസ്ഥ വേണ്ടതില്ല. വഅല്ലാ യൽതഫിതൽ ഇൻസാനു ലിഹാദിഹിൽ ഉമൂർ, അതുകൊണ്ട് തന്നെ
ആരുടെയെങ്കിലും അസൂയയാണോ ആരുടെയെങ്കിലും കണ്ണേറാണോ എന്ന് വിചാരിച്ച് അതിന്റെ പിന്നാലെ പോകേണ്ടതില്ല. വലാ യുഖദ്ദിറുഹാ വൽ യുഅ്രിദ് അൻഹാ, അതിന് അമിതമായൊരു സ്ഥാനവും പ്രാധാന്യവും പരിഗണനയും നൽകേണ്ടതില്ല. അതിൽ നിന്നൊക്കെ അയാൾ വിട്ടകന്ന് പോവുകയാണ് ചെയ്യേണ്ടത് എന്നാണ് ഒന്നാമത്തെ കാര്യം. സാനിയൻ, രണ്ടാമതായി ഇതിന് സൂക്ഷിക്കേണ്ടത്, പ്രതിരോധിക്കേണ്ടത് എങ്ങനെ? ബിസ്തിഅമാലിൽ ഔറാദിൻ നാഫിഅ അല്ലത്തി ജാഅ ബിഹൽ കിതാബു വസ്സുന്ന, ഖുർആനിലൂടെ സുന്നത്തിലൂടെ പഠിപ്പിക്കപ്പെട്ട ഔറാദുകൾ, ദിക്റുകൾ, ദുആകൾ ഉണ്ട്. അത് നമ്മുടെ പതിവാക്കണം, ശീലമാക്കണം. ആയത്തുൽ കുർസി പാരായണം ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അദ്കാറുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. എങ്കിൽ ഈ പറഞ്ഞ എല്ലാറ്റിലും നമ്മളൊരു പ്രൊട്ടക്ഷനാണ്, സുരക്ഷിതമാണ് എന്നാണ്. എല്ലാവരും അസൂയ കൊണ്ടായിക്കൊള്ളണമെന്നില്ല. നമ്മുടെ രണ്ടു തരം ആളുകളെ സംബന്ധിച്ച് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ചില ആളുകൾക്ക് അസൂയ കൊണ്ട് അവരുടെ നോട്ടത്തിന് അസൂയയുടെ നോട്ടമായി പല ശർറുകളും ഉണ്ടാകും. വേറെ ചില ആളുകളുടേത് വഅയ്നുൻ മുഅ്ജിബ, അവർ അത്ഭുതം കൂറുമ്പോൾ അതിന്റെയും ചില കെടുതികളുണ്ട്, പ്രയാസങ്ങളുണ്ട്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, നിങ്ങൾക്ക് അത്ഭുതകരമായി, ആശ്ചര്യകരമായി, കൗതുകകരമായ എന്തെങ്കിലും കണ്ടാൽ നിങ്ങൾ എന്ത് വേണം? ഇദാ റആ അഹദുക്കും മിൻ നഫ്സിഹി, നിങ്ങളുടെ തന്നെ ജീവിതത്തിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം ചെയ്തപ്പോൾ മാഷാ അല്ലാഹ് നല്ല രീതിയിൽ അതിൽ ഒരു ഐശ്വര്യമുണ്ടായി, പുരോഗതിയുണ്ടായി എങ്കിൽ നിങ്ങൾ തന്നെ കാണുന്ന നന്മ, ഔ മാലിഹി, നിങ്ങളുടെ സമ്പത്തിൽ, ഔ മിൻ അഖീഹി, അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരനിൽ, മാ യുഅ്ജിബുഹു, നിങ്ങളെ കൗതുകകരമാക്കുന്ന, ആശ്ചര്യകരമാക്കുന്ന എന്തെങ്കിലും കണ്ടാൽ, തോന്നിയാൽ, ഫൽയദ്ഉ ലഹു ബിൽ ബറക, മാഷാ അല്ലാഹ്, തബാറക്കല്ലാഹ്. അറബികൾക്കിടയിൽ നമ്മൾ കാണുന്ന ഒരു സംസ്കാരമാണ്, ഇസ്ലാമിന്റെ സംസ്കാരമാണ്. നമ്മൾ ബർക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മാഷാ അല്ലാഹ്, തബാറക്കല്ലാഹ്, മാഷാ അല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും റബ്ബിന്റെ ശക്തിയെയും കഴിവിനെയും ഓർക്കുവാനുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്നിട്ട് ആ ഹദീസിൽ തന്നെ പറഞ്ഞു, ഫഇന്നൽ ഐന ഹഖ്ഖുൻ, തീർച്ചയായും കണ്ണിന്റെ ചില ദൂഷ്യങ്ങളുണ്ട്, അത് സൂക്ഷിക്കണം. അതിന് ഏതെങ്കിലും ചരടുകളോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഏലസുകളോ കെട്ടുകയല്ല. ഇസ്ലാം പഠിപ്പിച്ച മന്ത്രങ്ങളുണ്ട്, ദിക്റുകളുണ്ട്, ദുആകളുണ്ട്, അത് നമ്മൾ പതിവാക്കണം. അതേപോലെ തന്നെ റബ്ബ് നിശ്ചയിച്ചതല്ലാതെ വരികയില്ല എന്ന ഉറച്ച വിശ്വാസത്തോടുകൂടി നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കണം. അതുകൊണ്ട് മറച്ചു വെക്കേണ്ട സംഗതികൾ മറച്ചു വെക്കുക എന്ന ഒരു സംസ്കാരം ഇസ്ലാമികമാണ് എന്ന് മനസ്സിലാക്കി അത് ഉൾക്കൊണ്ടുകൊണ്ട് അതിലൂടെ വരാൻ സാധ്യതയുള്ള എല്ലാ കെടുതികളിൽ നിന്നും സുരക്ഷിതത്വം സ്വീകരിക്കുവാൻ നമ്മൾ തയ്യാറാവുക. റഹ്മാനായ റബ്ബ് അതിന്റെ ശരിയായ രീതിയിലൂടെ സഞ്ചരിക്കുവാനുള്ള തൗഫീക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ അബദ്ധങ്ങളും തെറ്റുകുറ്റങ്ങളും അർഹമുർ റാഹിമീനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ പ്രയാസപ്പെടുന്ന രോഗങ്ങൾ കൊണ്ട്, അതേപോലെ സാമ്പത്തികമായി, ശാരീരികമായി, മാനസികമായി പലതരത്തിലുള്ള വിഷമതകളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന എല്ലാ സഹോദരങ്ങളുടെയും വേദനകളും ബുദ്ധിമുട്ടുകളും അള്ളാഹു നീക്കി പരിപൂർണമായ ആഫിയത്തും ശിഫയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരങ്ങൾ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെയും നമ്മെയും പടച്ച റബ്ബ് അവന്റെ വിശാലമായ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി ആദരിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار وأدخلنا الجنة مع الأبرار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.